ഇപ്പോൾ നൈജീരിയക്കാർ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് MDMA ആണ്. ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് മാത്രം ഏകദേശം 25,000 ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് എക്സൈസ് വകുപ്പ് മാത്രം ഈ കേരളത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ നമ്മളുടെ പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് കുറേ കൂടെ സമ്മർദ്ദത്തിലാണ് അവർ പഠിക്കുന്നതും ജീവിക്കുന്നതും വളരുന്നതും. അതിൽ നിന്നൊരു താൽക്കാലിക റിലാക്സിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ശതമാനം കുട്ടികൾ, ഈവൻ പെൺകുട്ടികൾ വരെ. അതുകൊണ്ട് അത്തരം മനുഷ്യ സംഭവങ്ങൾ ഒരിക്കലും ഓണത്തിനോടനുബന്ധിച്ച് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം മുൻകരുതലുകൾ എടുക്കുന്നത്. അതുകൊണ്ട് ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഉടനീളം 14 ജില്ലകളിൽ നടക്കുന്നത്. കാശ്മീരിൽ ഒരാളെ കഞ്ചാവുമായിട്ട് പിടിച്ചാലും, ഇപ്പോൾ വല്ലാർപാടത്ത് ഒരാളെ കഞ്ചാവുമായിട്ട് പിടിച്ചാലും അതിൻ്റെ ശിക്ഷ, നടപടിക്രമങ്ങൾ, കോടതി എല്ലാം ഒരേപോലെയാണ് എന്നുള്ളതാണ്. പക്ഷേ പല രക്ഷിതാക്കളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏതെങ്കിലും ഒരു കുട്ടിയിൽ മക്കൾക്ക് ഇങ്ങനൊരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറലോകം അറിയാതെ പലപ്പോഴും അത് മറച്ചു വെച്ച് പിന്നീട് അതൊരു ദുരന്തമായി ലോകം മുഴുവൻ അറിയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. കാരണം ഒരു എക്സൈസ് കമ്മീഷണറുടെ ഒഫീഷ്യൽ മൊബൈൽ നമ്പറാണ് കേരളത്തിലെ പബ്ലിക്കിന് ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കാനായിട്ട് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം മിഠായികളും ലഹരി വസ്തുക്കളും വിൽക്കുന്ന കടകൾക്കെതിരെ പഞ്ചായത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ വരെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കർണാടകയിലെ ഹുബ്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന 8300 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് വകുപ്പ് കണ്ണൂരും അങ്കമാലിയിലുമായിട്ട് കണ്ടുപിടിച്ച് കേസാക്കി 3 പേരെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ തുടരന്വേഷണം നടക്കുന്നത്. ഭർത്താവും മക്കളും എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ കുടുംബം വളരെ ചുരുങ്ങിയതിൻ്റെ ഒരു പരിണത ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആത്മഹത്യകൾ എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടം അത് വെറും ഒരു പോരാട്ടമല്ല. ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരു വീടിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ വരെ എല്ലാ അസ്തിത്വവും തകർക്കാൻ പറ്റുന്ന ഒരു നാം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ലഹരി എന്ന് പറയുന്നത്. നമ്മുടെ UDF സർക്കാർ അടുത്തിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നീ 2 ബൃഹത്തായ പദ്ധതികളാണ് ലഹരി വേട്ടയ്ക്കായി നടത്തുന്നത്. ഇതേക്കുറിച്ച് നമുക്കറിയാം. നമ്മോടൊപ്പമുള്ളത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ PK സതീഷ് സാറാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേഷൻ തണ്ടർ പദ്ധതിയെക്കുറിച്ചും ആ പദ്ധതിയുടെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നതിനെക്കുറിച്ചും നമുക്കറിയാം. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് പ്രശ്നങ്ങളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലെ ബൃഹത്തായ ഒരു പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നീ 2 പേരുകളിൽ പോലീസ് സേനയും എക്സൈസ് സേനയും നടത്തുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിനെ കുറിച്ചിട്ടാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിയമമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് 1985. ഇതിന് മലയാളത്തിൽ ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം 1985 എന്നാണ് പറയുക. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളിൽ ഏറ്റവും ശക്തമായ പവർഫുള്ളായിട്ടുള്ള ഒരു നിയമമാണിത്. ഇതിൻ്റെ പ്രത്യേകത ഹോൾ ഇന്ത്യ ഇതിൻ്റെ ശിക്ഷയും പ്രൊസീജറും കോടതികളും ഒരേപോലെയാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കാശ്മീരിൽ ഒരാളെ കഞ്ചാവുമായിട്ട് പിടിച്ചാലും, ഇപ്പോൾ വല്ലാർപാടത്ത് ഒരാളെ കഞ്ചാവുമായിട്ട് പിടിച്ചാലും അതിൻ്റെ ശിക്ഷ, നടപടിക്രമങ്ങൾ, കോടതി എല്ലാം ഒരേപോലെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരേ പ്രൊസീജറിൽ നടപ്പിലാക്കുന്ന ഒരു നിയമമാണ്. ഈ നിയമം നടപ്പിലാക്കാൻ കേരളത്തിൽ അധികാരം ലഭിച്ചിട്ടുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഒന്ന് പോലീസും മറ്റൊന്ന് എക്സൈസും. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും ലഹരി വേട്ടയ്ക്കെതിരെ 2 പ്രത്യേക ഓപ്പറേഷനാണ് ഈ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയിരിക്കുന്നത്. പോലീസിൻ്റെ ഓപ്പറേഷനെ ഓപ്പറേഷൻ തൂഫാൻ എന്നും എക്സൈസിൻ്റെ ഓപ്പറേഷനെ ഓപ്പറേഷൻ തണ്ടർ എന്നും പറയും. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 2 മാസം കഴിഞ്ഞു. ഈ 2 മാസത്തിന് മൊത്തം ഈ കേരളത്തിൽ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് മാത്രം ഏകദേശം 25,000 ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് എക്സൈസ് വകുപ്പ് മാത്രം ഈ കേരളത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ മദ്യവുമായി ബന്ധപ്പെട്ട അബ്കാരി കേസുകളുണ്ട്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട NDPS കേസുകളുണ്ട്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കോട്ട്പ കേസുകളുണ്ട്. ഈ 3 കേസുകളും കൂടിയിട്ടുള്ള കണക്കാണ് ഞാനിവിടെ
പറഞ്ഞത്. ഈ രണ്ട് പദ്ധതികളും, അതായത് ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറും എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതല്ലെങ്കിൽ രണ്ടുപേരുടെയും സെപ്പറേറ്റ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും പോലീസിന് ധാരാളം ജോലികൾ ചെയ്യാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ഈ മയക്കുമരുന്ന് വേട്ടയും ലഹരി വേട്ടയും. എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ ഒന്നാണിത്. പോലീസിന് ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി വേറെയില്ല. പക്ഷേ ഞങ്ങൾക്ക് ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ഇല്ല. ഓൺലി ഈ പറഞ്ഞ മയക്കുമരുന്ന് വേട്ടയും പ്ലസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഉദാഹരണത്തിന് വിദേശ മദ്യം വിൽക്കുന്ന FL1 ഷോപ്പുകളുണ്ട്, ബാർ ഹോട്ടലുകളുണ്ട്, കള്ള് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ഇതിനെല്ലാം ലൈസൻസിങ് കൊടുക്കുക, ഇതിൻ്റെ സൂപ്പർവിഷൻ, ഇത് നിയമപരമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, നിയമപരമായിട്ടാണോ തുറക്കുന്നത്, കൃത്യസമയത്ത് തുറക്കുന്നുണ്ടോ അടയ്ക്കുന്നുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കിട്ടാനുള്ള ലൈസൻസ് ഫീ കാലാകാലങ്ങളിൽ കാലവിളംബം കൂടാതെ കളക്ട് ചെയ്ത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടപ്പിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ജോലിയും എക്സൈസ് വകുപ്പ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിലാണ് ഈ പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ ഇത്തരം NDPS കേസുകൾ കോടതിയിൽ നല്ല രീതിയിൽ അന്വേഷണം നടത്തി ശിക്ഷിക്കപ്പെടുന്നത് എക്സൈസിൻ്റെ കേസുകളാണെന്ന് പൊതുവെ കണ്ടുവരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ മേഖലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം കൊടുക്കുന്നതുകൊണ്ടാണ് എക്സൈസിന് അങ്ങനെ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും മറ്റും ഡിപ്പാർട്ട്മെൻറ്റിന് കാലാകാലങ്ങളിൽ കറക്റ്റായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എക്സൈസ് വകുപ്പ് ഈ മേഖലയിൽ മികച്ച മുന്നേറ്റം നടത്താനുള്ളൊരു പ്രധാന കാരണം. ഈ ഇപ്പോൾ ഓപ്പറേഷൻ തണ്ടർ വരുന്നതിന് മുന്നേ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണിത്. ഈ ഓപ്പറേഷൻ തണ്ടർ വന്നതിന് ശേഷം ഇതെങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആവുകയാണോ ചെയ്തത്, അതോ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരികയാണോ ചെയ്തത്? ഓൾറെഡി എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം എക്സൈസ് വകുപ്പ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പറേഷൻ തണ്ടർ വന്നതിന് ശേഷം കുറേ കൂടെ കാര്യക്ഷമമായിട്ടുള്ള പരിശോധനകളും അതുപോലെ തന്നെ നിലവിലുള്ള സംവിധാനത്തെ ഒന്നുകൂടെ ഊർജിതപ്പെടുത്തിക്കൊണ്ട് കാര്യക്ഷമമാക്കിക്കൊണ്ട് ലഹരി വേട്ട ശക്തിപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തുടർന്ന് വരുന്നത്. ഇപ്പോൾ 14 ജില്ലകളിലും ഉദാഹരണത്തിന് ഓണത്തിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഏകദേശം 5500ഓളം സ്റ്റാഫുകളുണ്ട്. അതിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നത് കഷ്ടി ഒരു 4000 പേരാണ്. അപ്പോൾ ഈ 4000 പേർക്ക് ഓണം കഴിയുന്നത് വരെ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ലീവോ മറ്റ് ആനുകൂല്യങ്ങളോ ഇളവുകളോ ഡ്യൂട്ടി ഇളവുകളോ ഒന്നും ലഭിക്കുന്നതല്ല. ഈവൻ കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതായത് എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കും. കാരണം പലപ്പോഴും ഈ ഓണം പോലുള്ള ദേശീയ ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴാണ് ലഹരിയുടെ ഉപയോഗം കൂടുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പൊതുവേ ഓണസമയത്ത് നമ്മൾ സാധാരണ കണ്ടുവരാറുണ്ട്. അപ്പം ഓണം, ന്യൂ ഇയർ ഒക്കെ പോലെ. അതെ, അതുകൊണ്ട് അത്തരം അനിഷ്ട സംഭവങ്ങൾ ഒരിക്കലും ഓണത്തിനോടനുബന്ധിച്ച് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം മുൻകരുതൽ എടുക്കുന്നത്. അതുകൊണ്ട് ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഉടനീളം 14 ജില്ലകളിലും നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന 8300 ലിറ്റർ സ്പിരിറ്റ് വ്യാജമദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കർണാടകയിലെ ഹുബ്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന 8300 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് വകുപ്പ് കണ്ണൂരും അങ്കമാലിയിലുമായിട്ട് കണ്ടുപിടിച്ച് കേസാക്കി 3 പേരെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ തുടരന്വേഷണം നടക്കുന്നത്. അത് ഈ ശക്തമായ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൈക്കൊണ്ടിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനത്തിൻ്റെ വലിയൊരു റിസൾട്ടാണത്. സാർ ഈ പറഞ്ഞ പോലെ ഇത് പല സ്റ്റേറ്റുകളും പല രാജ്യങ്ങളും ഒക്കെ, എനിക്ക് തോന്നുന്നു നൈജീരിയ എന്നൊക്കെയുള്ളവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ലാബുകളിലൊക്കെ വില കുറഞ്ഞ രീതിയിൽ ഇത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പുതിയ രീതികളൊക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ്. അങ്ങനെ പുതിയ എന്തെങ്കിലുമൊക്കെ രീതികളുണ്ടോ? ഇപ്പോൾ നൈജീരിയക്കാർ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് MDMA ആണ്. മെത്തിലിൻ ഡയോക്സി മെഥാഫിറ്റാമിൻ എന്ന് പറയുന്ന രാസലഹരി ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ പ്രധാനമായിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, ഡൽഹി, കൽക്കട്ട പോലുള്ള മെട്രോ സിറ്റികളിലാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലാബ് ഗ്രോൺ ആണോ? അതെ, ഇത് മറ്റേ നമ്മൾക്ക് കാർബൺ, ഹൈഡ്രജൻ ആ മൂലകങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ബയോകെമിസ്ട്രി പഠിച്ചിട്ടുള്ളൊരു
വിദ്യാർത്ഥിക്ക് ഇത് ലാബുകളിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഈസിയാണ്. കാരണം ഇതിൻ്റെ റാ മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റംസ് ലഭിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടൊരു ഫ്ലാറ്റിൻ്റെ പകുതി സ്ഥലത്ത് ഈ ഒരു ലാബ് സെറ്റ് ചെയ്ത് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുലാസും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളും ഈ നൈജീരിയൻ സ്വദേശികൾക്കാണ് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് വിദ്യാഭ്യാസ ആവശ്യത്തിനും തൊഴിലാവശ്യത്തിനും വന്നിട്ടുള്ള ഈ നൈജീരിയൻസാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം വലിയ ലാഭം ഈസിയായിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും പലരും ഈ മേഖലയിലേക്ക് തിരിഞ്ഞതായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ വാർത്തകളിലൊക്കെ ഒരുപാട് കേൾക്കുന്നത് ഈ MDMA എന്ന് പറയുന്ന രാസലഹരിയെക്കുറിച്ചാണ്. നമ്മളുടെ കഞ്ചാവിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ പ്രിയങ്കരമായിട്ടുള്ള ഒരു വസ്തുവാണിതെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? പൊതുവേ നമ്മുടെ കുട്ടികൾ ഇത്തരം രാസലഹരിയിലേക്ക് തിരിയാനുള്ളൊരു പ്രധാന കാരണം, ഒന്നാമത് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ സമ്മർദ്ദമുള്ള ജീവിതം, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ A+ വാങ്ങാനും ഫുൾ മാർക്ക് വാങ്ങാനും അവരുടെ അംബീഷൻസും മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള താരതമ്യം മറ്റും മൂലം ഇന്നത്തെ കുട്ടികൾ നമ്മളുടെ പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് കുറേ കൂടെ സമ്മർദ്ദത്തിലാണ് അവർ പഠിക്കുന്നതും ജീവിക്കുന്നതും വളരുന്നതും. അപ്പോൾ പലപ്പോഴും അതിന് ഒരു മോചനം എന്ന നിലയിൽ ഇത്തരം ലഹരി മരുന്നുമായിട്ട് ഇവരെ സമീപിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു താൽക്കാലിക റിലാക്സിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ശതമാനം കുട്ടികളും, ഈവൻ പെൺകുട്ടികൾ വരെ ഇതിൽ ഈ കെണിയിൽ വീഴുന്നത് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും ഈ കേസുകൾ അന്വേഷിച്ച് അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സർ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂടുതലും ഇപ്പോൾ അണുകുടുംബങ്ങളാണ്. ഓരോരുത്തർക്കും വളരെയധികം പ്രൈവസി ഉള്ള ഒരു അവസ്ഥയാണുള്ളത്. ഇതൊക്കെയും ഒരു കാരണമാവില്ലേ? തീർച്ചയായിട്ടും. പണ്ട് കാലങ്ങളിൽ അച്ഛനും മക്കളും മറ്റ് കൂട്ടുകുടുംബത്തിലിരുന്ന് പല പ്രശ്നങ്ങളും പൊതുവായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. സത്യത്തിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു സ്റ്റഡിയിൽ പറയുന്നത് കേരളത്തിൽ ഈ കൂട്ട ആത്മഹത്യകൾ വളരെ കൂടുതലാണ്. അതിനുള്ള പ്രധാന കാരണം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ മലയാളികൾ കുളിക്കാനും വെള്ളം എടുക്കാനൊക്കെ പോയിരുന്നത് പുഴകളിലും കുളങ്ങളിലും പൊതു കിണറുകളിലും ടാപ്പുകളിലുമാണ്. അപ്പോൾ പരസ്പരം അവിടെ പോകുന്ന സമയത്ത് വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറയും, എൻ്റെ ഭർത്താവ് ഇന്നലെ മദ്യപിച്ച് എന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന വേറൊരു സ്ത്രീ പറയും, എൻ്റെ ഭർത്താവും മകനും മദ്യപിച്ച് വന്നു എന്നെ അടിച്ചു എന്ന് പറയും. അപ്പോൾ ഭർത്താവ് അടിച്ച സ്ത്രീ വിചാരിക്കും എൻ്റെ മകൻ അടിച്ചില്ല. അങ്ങനെ ഒരു ആശ്വാസം, എൻ്റെ പ്രശ്നം എത്ര ആശ്വാസകരം, അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കൗൺസിലിംഗ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാറി എല്ലാവരും മാഡം പറഞ്ഞതുപോലെ ഒരു വീട്ടിലേക്ക് അണുകുടുംബമായിട്ട് ചുരുങ്ങുന്നൊരവസ്ഥ, അച്ഛനും ഭാര്യയും ഭർത്താവും മക്കളും എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ കുടുംബം വളരെ ചുരുങ്ങിയതിൻ്റെ ഒരു പരിണത ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കൂട്ട ആത്മഹത്യകൾ എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ സാർ, ഇതുപോലത്തെ ഇഷ്യൂസിനെ പറ്റിയൊന്നും പുറത്ത് പറയുന്നില്ല. പലപ്പോഴും ഇത്തരം കേസുകൾ വരുമ്പോഴത്തേക്കിന് ഈ കുട്ടികളെയൊക്കെ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് പൊതുവേ ഉള്ളത്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും അവനത് ചെയ്തിട്ടല്ലേ, ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടിട്ടല്ലേ എന്നൊക്കെയുള്ള ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഷയിലാണ് ഇത് പോകുന്നത്. ശരിക്കും അങ്ങനെയല്ല സംഭവിക്കുന്നത്, അല്ലേ? അതെ, ഒരിക്കലും നമ്മൾ തുടക്കത്തിൽ ആദ്യ ഉപയോഗമോ അല്ലെങ്കിൽ അതിൻ്റെ ഈ കൂട്ടുകെട്ടുമായിട്ടുള്ള തുടക്കം ഉള്ള ആളുകളെ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. നിയമം തന്നെ അതിന്, ഈ നിയമത്തിൽ ചില എക്സംഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ അളവിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ സൂക്ഷിക്കുകയോ കടത്തുകയോ ചെയ്യുന്ന കുട്ടികളെയോ വിദ്യാർത്ഥികളെയോ പിടിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്ത് ആ കൗൺസിൽ ചെയ്യുന്ന ഒരു ഡോക്ടർ ഈ കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ കൊടുത്ത് ആ കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ കൊടുക്കുന്ന ഡോക്ടർ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, ഇപ്പോൾ നല്ല ജീവിതമാണ് നയിക്കുന്നത് എന്നൊരു സർട്ടിഫിക്കറ്റ് ആ ഡോക്ടർ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്കെതിരെ ഇട്ടിട്ടുള്ള FIR ക്യാൻസലാകുന്ന ഒരു സമ്പ്രദായം നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് കൗൺസിലിങ്ങിലൂടെയും ട്രീറ്റ്മെൻറ്റിലൂടെയും തീർച്ചയായിട്ടും അവർക്ക് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ പല രക്ഷിതാക്കളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏതെങ്കിലും ഒരു കുട്ടിയിൽ മക്കൾക്ക് ഇങ്ങനെയൊരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറലോകം അറിയാതെ പലപ്പോഴും അത് മറച്ചു വെച്ച് പിന്നീട് അതൊരു ദുരന്തമായി ലോകം മുഴുവൻ അറിയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കണം,
അത് സ്കൂൾ അധികൃതരാണെങ്കിൽ അതിന് എക്സൈസ് വകുപ്പ് നേർവഴി എന്ന് പറയുന്ന ഒരു പ്രത്യേക ടോൾ ഫ്രീ നമ്പർ അധ്യാപികമാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കിന് ഇത്തരം മക്കളിൽ ഇത്തരം ലഹരി ആസക്തി, ലഹരിയുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളിലും സൗജന്യ ചികിത്സയും കൗൺസിലിങ്ങും കൊടുക്കുന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 144-05 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറും 365 ദിവസവും കേരളത്തിലെ 14 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകളിലും കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലും സൗജന്യ ചികിത്സയും കൗൺസിലിങ്ങും കൊടുക്കാൻ ഗവൺമെൻറ് ഈ മേഖലയിൽ നടപടികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത്തരം പ്രശ്നങ്ങൾ മക്കളിലോ വിദ്യാർത്ഥികളിലോ കണ്ടു കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം 144-05 എന്ന ടോൾ ഫ്രീ നമ്പർ ഈ വിഷയം അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. സാർ, ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പലരും തെറ്റിദ്ധരിക്കുന്ന കാര്യമായിരിക്കാം, എനിക്കും ഉറപ്പില്ല. ഇത് നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി മാഫിയയുടെ അവർ നമ്മളെ ട്രേസ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു പേടിയും ആശങ്കയൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളുണ്ടോ? അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമോ? അതിൽ പെടാതിരിക്കാനായിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ ഈ ലഹരി മാഫിയകൾക്കിടയിൽ പരസ്പരം ഒറ്റിയതിൻ്റെ പേരിൽ ചില കുടിപ്പകകളും കൊലപാതകങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിഷേധിക്കുന്നില്ല. പക്ഷേ പരാതി പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പബ്ലിക്കിനെ അല്ലെങ്കിൽ ഒരു സിറ്റിസനെ ഉപദ്രവിക്കുകയോ ദേഹോപദ്രവവും ചെയ്യുന്നൊരു സംഭവം വളരെ റയറായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ഗവൺമെൻറ് ഇപ്പോൾ നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈ ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിന് കേരള ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് ഒരു ടോൾ ഫ്രീ മൊബൈൽ നമ്പർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണറുടെ ഒഫീഷ്യൽ മൊബൈൽ നമ്പറാണ് കേരളത്തിലെ പബ്ലിക്കിന് ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കാനായിട്ട് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. 9447178000. ഈ നമ്പറിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയോ വിൽക്കുകയോ സൂക്ഷിക്കുകയോ കടത്തുകയോ ഉപയോഗിക്കുകയോ അതിനുവേണ്ട ഒത്താശ ചെയ്യുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ എക്സൈസ് കമ്മീഷണറുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ പരാതി പോവുകയും അവിടെ നിന്ന് 14 ജില്ലയിലെ എക്സൈസ് ജില്ലാ മേധാവികൾക്ക് വാട്സപ്പിലൂടെ പരാതി കൈമാറി 24 മണിക്കൂറിനുള്ളിൽ പരിഹാരം കാണുന്ന സത്വര നടപടികളാണ് ഗവൺമെൻറ് ഇപ്പോൾ കൈകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പരാതിപ്പെടുന്ന ആളുടെ പേരോ മേൽവിലാസമോ നാളോ ഒരിക്കലും ചോദിക്കില്ല. നിങ്ങളുടെ നമ്പർ തികച്ചും രഹസ്യമായിരിക്കും. അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും എക്സൈസോ പോലീസോ വലിയ മയക്കുമരുന്ന് കേസുകൾ, ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ പരാതി പറയുന്ന ആളിന് പാരിതോഷികം വരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കേൾക്കുന്നുണ്ട്, കുട്ടികൾക്ക് ലഹരി മിഠായി കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളെ തൊട്ട് തന്നെ ഈ ഒരു ഇതിനു വേണ്ടി വിക്ടിമാക്കാറുണ്ടോ? ലഹരി മാഫിയയുടെ പ്രധാന ലക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാം, ലാഭമാണ്. അപ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതൽ. അപ്പോൾ ഇത്തരം ലഹരി വസ്തുക്കളുമായിട്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവരെ പ്രലോഭിപ്പിക്കാനും സ്വാധീനിക്കാനും എളുപ്പം വളരെ കൂടുതലാണ്. അത്തരം ആളുകളുടെ എണ്ണം, ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്തോറും ആ മാഫിയയുടെ ലാഭവും കൂടുന്നൊരവസ്ഥയാണ്. അങ്ങനെയാണ് കുട്ടികളെ അവർ പ്രധാനമായിട്ടും ഈ വലയിൽ വീഴ്ത്താനും കെണിയിൽ വീഴ്ത്താനും പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. അത്തരം കഞ്ചാവ് മിഠായികൾ ഇപ്പോൾ കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ നിന്ന് എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട്. ലഹരി മിഠായികൾ വിൽക്കുന്ന കടകളോ വിൽക്കുന്ന ആളുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിൽ പരാതിപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലഹരി മാഫിയ പ്രധാനമായിട്ടും കുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ട് ഇങ്ങനെ നമ്മൾ ഇത്തരം ലഹരി വസ്തുക്കൾ, ഈ ലഹരി മിഠായികൾ വിൽക്കാൻ സാധ്യതയുള്ള പെട്ടിക്കടകൾ, പലചരക്കടകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തിൽ പ്രവർത്തിക്കുന്നവയുടെ നേരെ വ്യാപകമായ റെയ്ഡുകളും പരിശോധനകളും ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അത്തരം മിഠായികളും ലഹരി വസ്തുക്കളും വിൽക്കുന്ന കടകൾക്കെതിരെ പഞ്ചായത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ വരെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളുകളിൽ ലെറ്റർ ബോക്സ് വയ്ക്കുന്ന ഒരു രീതിയില്ലേ, ആ പദ്ധതി എന്താണ്? ഒരു 5 വർഷം മുമ്പ് കുട്ടികൾക്ക് പരാതിപ്പെടാം അല്ലേ, അതൊന്ന് പറയാമോ? ഒരു 5 വർഷം മുമ്പ് വിമുക്തി മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരുപക്ഷെ പരാതി നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഏതെങ്കിലും വിദ്യാർത്ഥികളുടെയോ സഹപാഠിയുടെയോ സുഹൃത്തിൻ്റെയോ ഇടയിൽ ഇത്തരം ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അത് ഒരു ലെറ്റർ ബോക്സിൽ എഴുതി ഇട്ട് കഴിഞ്ഞാൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപകനും ബന്ധപ്പെട്ട എക്സൈസ് ഓഫീസറും ചെന്ന്
ആഴ്ചയിൽ ഒരു ദിവസം അത് തുറന്ന് ആ പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുന്നൊരു രീതിയാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. പക്ഷേ നല്ല രീതിയിൽ റെസ്പോൺസ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരാത്തത് കൊണ്ട് പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമതമല്ല എന്ന് പറയേണ്ടി വരും. സാർ, ഇപ്പം പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കാര്യമാണ്. ഒപ്പം തൊഴിലിടങ്ങളിലും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സൊക്കെ ജോലിക്ക് കയറുന്ന ഉടനെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർക്കിടയിൽ, അതായത് വിദ്യാർത്ഥികളല്ല, കുറച്ചുകൂടെ മുതിർന്ന ചെറുപ്പക്കാർക്കിടയിലും ഇത് ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു കാര്യമല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഇന്നലെ തായ്ലാൻഡിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യയിലെ പൈലറ്റ് ലഹരി പദാർത്ഥം ഉപയോഗിച്ചതായിട്ട് സംശയിക്കപ്പെടുന്നൊരു വാർത്ത ഇന്നത്തെ മലയാള ദിനപത്രങ്ങളിൽ പ്രധാന വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പൈലറ്റ് വരെ ലഹരിക്ക് അടിമയാകുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ധാരാളം ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരിൽ നിന്ന് ഇത്തരം MDMAയും ഹഷിഷും മറ്റും ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഇൻ്റർസ്റ്റേറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ഇത് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് ഒരു വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതാരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ മോചനം നേടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം നമ്മൾ ഈ വാഹനങ്ങളിലും ഈ ഫ്ലൈറ്റിലേക്കാണ് നാളെ യാത്ര ചെയ്തത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഓടിക്കുന്നത്, ഇത് പറത്തുന്നത് എങ്കിൽ നമ്മുടെയൊക്കെ ജീവൻ എന്ത് വിലയാണെന്ന് നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഇതെല്ലാവരും കണക്കിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സോഷ്യൽ സർവീസായിട്ടാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ കാണുന്നത്. ലഹരിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നത് വലിയൊരു സോഷ്യൽ സർവീസായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ അവസരത്തിൽ ഈ വിഷയത്തെ കാണുന്നത്. ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്? ഓപ്പറേഷൻ തണ്ടർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇത്തരം ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്ന, വിൽക്കുന്ന, സൂക്ഷിക്കുന്ന ആളുകളെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായൊരു ശിക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തണ്ടർ. പ്രധാനമായിട്ടും കേസെടുക്കലും അതിൻ്റെ അന്വേഷണവും ശിക്ഷയും, ഇതാണ് പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ തണ്ടർ പ്രോസസ്സിൽ ഉള്ളത്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ മയങ്ങില്ല കേരളം എന്ന് പറഞ്ഞ് വിമുക്തി മിഷൻ്റെ കീഴിൽ ഒരു ബൃഹത്തായ ഒരു സമ്പൂർണ്ണ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയും, വിമുക്തി മിഷൻ വന്നിട്ട് ഏകദേശം 2016 സ്റ്റാർട്ട് ചെയ്ത വിമുക്തി മിഷൻ 2026 കാലയളവിൽ 10 വർഷ കാലയളവിൽ ഏകദേശം 13,744 പേർക്ക് കേരളത്തിലെ 14 ഡി അഡിക്ഷൻ സെൻറ്ററിൽ നല്ല ചികിത്സ കൊടുത്ത് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിമുക്തി മിഷന് കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഏകദേശം 1,70,70,000 പേർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, അതായത് വിദ്യാർത്ഥികൾ, യുവതി-യുവാക്കൾ, മുതിർന്നവർ ഉൾപ്പെടെ 1,70,70,000 പേർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും ഈ വിമുക്തി മിഷൻ്റെ കീഴിൽ കഴിഞ്ഞിട്ടുണ്ട്. മയങ്ങില്ല കേരളം എന്ന് പറയുന്ന പുതിയ ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും അതിനോടൊപ്പം തന്നെ അവരുടെ പുനരധിവാസമാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇത്തരം ഡി അഡിക്ഷൻ സെൻറ്ററിന് വിധേയമാകുന്ന ആളുകളെ പുനരധിവസിച്ച് ഫോളോ അപ്പ് ചെയ്ത് അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പദ്ധതിയാണ് മയങ്ങില്ല കേരളം എന്നതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് സാർ ഇപ്പോൾ പറഞ്ഞ് റീഹാബിലിറ്റേഷൻ പോലെയുള്ള നടപടികൾ. ശരിക്കും ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് വലിയൊരു ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലേ? സാമ്പത്തിക നഷ്ടം വരുത്തുന്നില്ലേ? നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല, ലഹരിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന കുടുംബങ്ങളിലും ശരിക്കും ഇതൊരു വലിയൊരു ഇക്കണോമിക് ലോസ്, സാമൂഹ്യപരമായിട്ടുള്ള ഇമ്പാക്റ്റ് വേറെയുണ്ട്. അതല്ലാതെ പലപ്പോഴും കണക്കാക്കപ്പെടാതെ പോകുന്ന ഒരു ഇമ്പാക്റ്റാണിത്. പലതരത്തിലുള്ള, ഇപ്പോൾ കുടുംബങ്ങളിലാണെങ്കിൽ പോലും ഇത്തരം ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മുതിർന്നയാളെ റീഹാബിലിറ്റേഷൻ അയക്കാനും അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് ചിലവ് വരുന്നുണ്ട്. അവരുടെ പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഇൻകം കുറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളില്ലേ? തീർച്ചയായിട്ടും കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നത് വലിയൊരു സാമ്പത്തിക ആഘാതമാണ് ഇത്തരം കേസുകൾ ആ കുടുംബത്തിൽ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം മയക്കുമരുന്ന് കേസുകൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പവർഫുള്ളായിട്ടുള്ളൊരു നിയമമാണെന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ വിചാരണ
ഇത്തരം കേസുകൾ വിചാരണയ്ക്ക് എടുക്കുന്നത് ജില്ലാ കോടതികളിലാണ്. 40 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസുകളാണ്. കുറ്റം ആവർത്തിക്കുന്നവർക്ക് വധശിക്ഷ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വടകര BRCയിലെ 3 അധ്യാപികമാരെ വടകര പോലീസ് മയക്കുമരുന്ന് കൈകാര്യം ചെയ്തതിന് സാമ്പത്തിക ഗൂഢാലോചന നടത്തിയതിന് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മാഫിയയ്ക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം വളരെ വലുതാണ്. ഇപ്പോൾ MDMA ബാംഗ്ലൂരിൽ നിന്ന് 1000 രൂപയ്ക്ക് കിട്ടുന്നത് അത് കൊച്ചിയിലെത്തുന്ന സമയത്ത് 4000 രൂപയാണ്. ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു 10 ഗ്രാം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ 100 ഗ്രാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുമൂലം അവർക്ക് കിട്ടുന്ന സാമ്പത്തിക ലാഭം വളരെ വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് ഈ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്ന് ഒറീസ, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ 2500 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഇവിടെ മറൈൻ ഡ്രൈവിൽ 5 ഗ്രാമിന് 500 രൂപയാണ്. അപ്പോൾ 10 ഗ്രാമിന് 1000 രൂപയാണ്. അപ്പോൾ ഏകദേശം 1 കിലോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് റീറ്റെയിൽ സെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ്. അതാണ് ഈ മാഫിയ ഇതിന് കൂടുതൽ കടത്തിക്കൊണ്ടുവരാനും ഇതിന് ഉപയോക്താക്കളെ കണ്ടെത്താനും ഇതിനെ അടിമയാക്കാനും വേണ്ടിയിട്ട് അവർ പുതിയ പുതിയ കെണികളും തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ സാമ്പത്തിക ലാഭം. ഇനി ഈ കേസിൽപ്പെടുന്ന ആളുകൾ, ഇത് പോലീസോ എക്സൈസോ ഓപ്പറേഷൻ തണ്ടറിൻ്റെയോ ഓപ്പറേഷൻ തൂഫാൻ്റെയോ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളുടെ അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തന്നെ അമ്പാടെ തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥയാണ്. കാരണം ഇത് ആദ്യമായിട്ട് ഈ കേസിൽ ജാമ്യം എടുക്കാൻ ജില്ലാ കോടതിയിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കീഴ്ക്കോടതിയിലോ സബ് കോടതിയിലോ അഡീഷണൽ കോടതിയിലോ അല്ല, നേരിട്ട് ജില്ലാ കോടതിയിലാണ് ഇതിൻ്റെ അപേക്ഷകൾ പരിഗണിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയാണ്, അത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ജാമ്യം കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ലക്ഷം രൂപയെങ്കിലും ചിലവാക്കാതെ ജാമ്യം കിട്ടില്ല. പിന്നെ ഈ കേസ് ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും ഈ കോടതികൾ ഈ കേസ് നടത്തണം. അപ്പോഴാണ് ഇതിൻ്റെ ഫൈനൽ വിധി വരുന്നത്. വിധി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം എക്സൈസിൻ്റെ NDPS കേസുകളുടെ കൺവിഷൻ റേറ്റ് എബവ് 90ആണ്. അതായത് ഞങ്ങൾ പിടിക്കുന്ന കേസുകളിൽ 90% ശിക്ഷിക്കപ്പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഒരു 37 വർഷം വരെ ശിക്ഷിച്ച കേസുകൾ എക്സൈസിലുണ്ട് കേരളത്തിൽ. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും എറണാകുളം ജില്ലയിലൊക്കെ എക്സൈസ് എടുത്തിട്ടുള്ള പല കേസുകളും 37 വർഷം വരെ ശിക്ഷിച്ച കേസുകളുണ്ട്. അപ്പോൾ ഈ കേസുകളിൽ പിന്നീട് ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ കൊടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷവും 15 ലക്ഷവും ചിലവാകുന്ന അവസ്ഥകളെക്കുറിച്ചിട്ട് പല പ്രതികളും അവരുടെ കുടുംബങ്ങളും പിന്നീട് നമ്മളെ കാണുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുറ്റം റിപ്പീറ്റ് ചെയ്യുന്ന പ്രതികൾക്കെതിരെ ഞങ്ങൾ പ്രയോഗിക്കുന്ന ഒരു നടപടിക്രമമാണ് പിറ്റ് NDPS ആക്ട് എന്ന് പറയുന്നത്. ആ പിറ്റ് NDPS ആക്ട് ഒരു പ്രത്യേക കമ്മിറ്റി മുഖാന്തരമാണ് അത് വിചാരണ ചെയ്യപ്പെടുന്നത്. അതിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന വക്കീലന്മാർക്ക് ലഭിക്കുന്ന ഫീസ് വലിയ വലിയ തുകകളാണ്. 15 ലക്ഷവും 20 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് അത്തരം പിറ്റ് NDPS ആക്ടിൽ പ്രതികൾക്കെതിരെ ഹാജരാകുന്നൊരു അഡ്വക്കേറ്റ് ഈടാക്കുന്നതായിട്ട് പലപ്പോഴും പറയപ്പെടുന്നത്. അപ്പം അതോടുകൂടിയിട്ട് സാമ്പത്തിക അടിത്തറ തന്നെ ഇല്ലാതാവുന്ന, വീട് വിൽക്കുന്ന, സ്ഥലം വിൽക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ പൊതുവേ നല്ലൊരു ശതമാനം പ്രതികളുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. 2, ഈ നിയമത്തിൽ ഒരു ശക്തിമത്തായ ഒരു പ്രയോഗമുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിയത്. ഈ നിയമത്തിൽ ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം 1985 സെക്ഷൻ 68 ക്യാപിറ്റൽ F എന്ന് പറയുന്ന സാമ്പത്തിക കുറ്റാന്വേഷണം. വലിയ അളവിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന പ്രതിയുടെ അയാളുടെ ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, സഹോദരികൾ, സഹോദരന്മാർ, അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ പേരിലുള്ള സ്വത്തുവകകൾ ഇയാൾ അറസ്റ്റ് ചെയ്ത പുറകോട്ട് 6 വർഷം ആർജിച്ചിട്ടുള്ള മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും, വാഹനം ഉൾപ്പെടെ, ബാങ്ക് ബാലൻസ് ഉൾപ്പെടെ, സ്ഥലം ഉൾപ്പെടെ കണ്ടുകെട്ടാനും ഫ്രീസ് ചെയ്യാനും നിയമം പോലീസിനും എക്സൈസിനും കോടതിക്കും അധികാരം നൽകിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നിയമം ഇത്തരം കേസുകളിൽ പെടുന്ന പ്രതികളെ, അവരുടെ കുടുംബത്തെ ദരിദ്രനാക്കാനാണ് നിയമം പോലീസിനോടും എക്സൈസിനോടും കോടതികളോടും പറയുന്നത്. പാപ്പരാകുന്ന ഒരവസ്ഥയാണ് വരിക. 100%. അത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സാറ് പറഞ്ഞു, നമ്മൾ മുമ്പേ ഉള്ള സംസാരത്തിനിടയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഇവിടെ ഇൻഫോ പാർക്കിലുള്ള ഒരു IT ഒരു ടെക്കിയുടെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെയുള്ള ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ? ധാരാളം കുട്ടികൾ ഈ പറഞ്ഞ പല സമ്മർദ്ദങ്ങൾക്കും ഈ ലഹരിയെ തേടിപ്പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടുവരാറുണ്ട്. സത്യത്തിൽ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം,
ഒരു ഗ്രാമിന് 3000-4000 രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ അവരുടെ ആ സ്റ്റാൻഡേർഡ്, സാമ്പത്തിക സ്റ്റാൻഡേർഡ് എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ഒന്ന് ഊഹിക്കാം. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രായഭേദമന്യേ സാമ്പത്തിക ഘടകങ്ങളൊന്നും ഇതിന് ബാധകമല്ലാത്ത രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും അവരുടെ മറ്റേ പുതിയ തലമുറയും ഇതിലേക്ക് കൂട്ടത്തോടെ അട്രാക്റ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സാധാരണക്കാരനും മിഡിൽ ക്ലാസ്സുകാരനും എല്ലാവരും ഇതിലേക്ക് വരുന്നൊരു അവസ്ഥയാണ് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സർ, പണ്ട് തൊട്ടേ ഇതുണ്ട്, ഈ ഇഷ്യൂ ഉണ്ട്, ഇപ്പം ഇത് കൂടുതലാണോ? പ്രത്യേകിച്ച് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരവോട് കൂടിയിട്ടാണ് പൊതുവേ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള കഞ്ചാവ് പോലുള്ള ഹാൻസ്, പാൻ മസാല, പാൻ പരാഗ് പോലുള്ള സാധനങ്ങളുടെ ഉപയോഗം അവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നത് എനിക്ക്. ലഭ്യത കൂടിയത് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. ഇത് ഗ്രാമങ്ങളിലാണോ അതോ ഇപ്പോൾ കൊച്ചി അല്ല കോഴിക്കോട്, തിരുവനന്തപുരം പോലെയുള്ള സിറ്റികളിലാണോ? എല്ലായിടത്തും ഒരുപോലെയാണോ അതോ ചിലയിടത്ത് കൂടുതലാണോ? ഇപ്പോൾ മെട്രോ സിറ്റികളിലാണ് ഒരു 10 വർഷം മുമ്പ് ഇത് വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകളാണ് കൂടുതൽ ഇന്ന് കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും MDMA പോലുള്ള, മെത്താഫിറ്റാമിൻ പോലുള്ള, LSD സ്റ്റാമ്പുകൾ പോലുള്ള രാസലഹരി ലഭിക്കാനുള്ള സാധ്യത ഇന്ന് വളരെ വളരെ കൂടുതലാണ്. ഏതൊരു മുക്കിലും മൂലയിലും ഇന്ന് ലഭിക്കുന്നൊരവസ്ഥയാണ്. ഞങ്ങൾ 2 വർഷം മുമ്പ് തൃശ്ശൂർ കയ്പമംഗലത്ത് ഒരു യുവാവിനെ ഇതുപോലെ MDMA ആയിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ യുവാവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു ലിസ്റ്റ് കിട്ടി. തൃശ്ശൂർ ജില്ലയിൽ 8ലും 9ലും 10ലും +1 പഠിക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ ഈ യുവാവിൽ നിന്ന് ഈ രാസലഹരി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആ ലിസ്റ്റായിരുന്നു നമുക്ക് കിട്ടിയത്. ആ കുട്ടികളെ മുഴുവൻ കൗൺസിലിങ്ങിന് വിധേയമാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ആ കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചത്. അപ്പോൾ 2 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഇത് എത്തുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്നത്? നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ ABCD അറിയില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു സത്യം. ഒരു 2023 കാലഘട്ടങ്ങളിൽ ഞാൻ പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു BTech 3 വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു, ലഹരിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ശിക്ഷ 20 വർഷമാണ്, 2 ലക്ഷം രൂപ പിഴയാണ്, നിങ്ങൾക്ക് ജയിലിൽ പോയാൽ ഒരു എക്സ്ക്യൂസും കിട്ടില്ല. ഒരു കൊലപാതക കേസിൽ പ്രതിക്ക് വരെ പല ഇളവുകളും പരോളും അയാളുടെ ബന്ധുക്കളെയും മറ്റേ കുടുംബക്കാരെയും കാണുന്നതിന് പരോള് അനുവദിക്കുന്നില്ല. പക്ഷേ ഒരു മയക്കുമരുന്ന് കേസിൽ ശിക്ഷിച്ച പ്രതി ജയിലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇളവും ഒരു പരോളും ഒരു എക്സംഷനും ഇല്ല. ആ പറഞ്ഞ 20 വർഷം മുഴുവൻ തടവ് ശിക്ഷ അവിടെ നിന്ന് അനുഭവിച്ചാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പലരും ഞെട്ടിപ്പോയി. ഇതൊക്കെ ഞാൻ സാറേ ആദ്യം കേൾക്കുകയാണ്, ഞങ്ങൾക്കിത് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങളത് ചെയ്തില്ലായിരുന്നു എന്നൊരു മൊഴിയാണ് ഞങ്ങൾക്ക് അവർ നൽകിയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വ്യാപകമായിട്ട് അറിയാം ലഹരി നിയമം എന്നൊരു വിഷയത്തെക്കുറിച്ച് വ്യാപകമായിട്ടിപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മയക്കുമരുന്ന് നിയമങ്ങളും അതിൻ്റെ ശിക്ഷയും നടപടിക്രമങ്ങളും കോടതികളെക്കുറിച്ച് വ്യാപകമായിട്ടൊരു ബോധവൽക്കരണ പരിപാടി ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ബോധവൽക്കരണ പരിപാടികളാണുള്ളത്? ഓപ്പറേഷൻ തണ്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനമായിട്ടും കേസെടുക്കലും അന്വേഷണവും ശിക്ഷയും, ഇത് 3 ഓപ്പറേഷൻ തണ്ടറിൽ വരുന്നത്. വിമുക്തി മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മയങ്ങില്ല കേരളം എന്ന പദ്ധതിയുടെ കീഴിലാണ് ഈ പറഞ്ഞ ബോധവൽക്കരണവും കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും പുനരധിവാസവും എല്ലാം വരുന്നത്. ഇത് രണ്ടും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതെ, രണ്ടും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലെ സമഗ്ര പ്രവർത്തനം ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നത് എക്സൈസ് വകുപ്പാണ്. കാരണം 14 ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും പ്രവർത്തിക്കുന്ന 3 കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് പുനരധിവാസം കൂടെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് പുനരധിവാസ കേന്ദ്രങ്ങളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ പ്രൈവറ്റായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് പുനരധിവാസം എന്നതാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മയക്കുമരുന്ന് കേസ് എടുക്കുന്നത് മുതൽ അവർക്ക് കൗൺസിലിങ്ങും ചികിത്സയും കൊടുത്ത് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റ ഫ്രെയിമിൽ എക്സൈസ് വകുപ്പാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. ഇതെല്ലാം സൗജന്യമാണ്, 100% സൗജന്യമായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും നൽകുന്നത്. സ്വകാര്യ ആശുപത്രികളിലും സ്വകാര്യ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിലും ഏകദേശം 1 ലക്ഷം രൂപ വരെ നീണ്ടു നിൽക്കുന്ന 21 ദിവസത്തെ ചികിത്സ തികച്ചും സൗജന്യമായിട്ടാണ്
ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ 14 കേന്ദ്രങ്ങളിലും നൽകി വരുന്നത്. അത് വളരെ ഇഫക്റ്റീവ് ആണല്ലേ? ഞാൻ തുടക്കഘട്ടത്തിലുള്ളവർക്കാണോ അതോ കുറച്ച് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും ഇത് ഇഫക്റ്റീവ് ആവുന്നുണ്ടോ? ഇപ്പോൾ ഇത് കുട്ടികളിൽ കൂടുതൽ നമുക്ക് നല്ല റിസൾട്ട് എഫക്റ്റീവ്നെസ് കാണാൻ കഴിയുന്നുണ്ട്. മുതിർന്നവരിൽ പ്രത്യേകിച്ച് ഈ മദ്യവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ റിസൾട്ട് വളരെ കുറവാണ് എന്ന് നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറയുന്ന പോലെ തന്നെയാണ് ലഹരിക്കടത്തും ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗവൺമെൻറ് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നേരത്തെ ഇത് നമ്മുടെ കേരളത്തെ ബാധിക്കുന്ന ഈ പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് കൈക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലെ ഇത്തരം സമാന്തര സേനകളുമായിട്ട് ഇൻ്റലിജൻസ് കൈമാറാനും ഇത്തരം വിവരങ്ങൾ പരസ്പരം കൈമാറി ട്രെയിൻ മാർഗമുള്ള പരിശോധനകൾ, അതുപോലെ തന്നെ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളുടെ പരിശോധനകൾ, അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇൻ്റർസ്റ്റേറ്റ് പരിശോധനകൾ എല്ലാം ശക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ NCB പോലുള്ള സെൻട്രൽ ഏജൻസികൾക്കാണ് ഈ കടൽ മാർഗവും അതുപോലെ തന്നെ ഈ എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പരിശോധന നടത്താൻ പറ്റും അധികാരം സെൻട്രൽ ഏജൻസികളായ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, നേവി, കോസ്റ്റ് ഗാർഡ്, NCB പോലുള്ള കേന്ദ്ര ഏജൻസികൾക്കാണ്. തീർച്ചയായിട്ടും അവരുമായിട്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിശോധന ശക്തമാക്കാനും നടപടി സ്വീകരിക്കാനും ഇൻ്റലിജൻസ് പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഉന്നതതല മീറ്റിങ്ങുകൾ മന്ത്രിതലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ ലഹരി മാഫിയയിൽ നിന്ന് രക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. ലഹരിയുമായിട്ട് ഉള്ള ഈ പോരാട്ടം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ.